ഹലോ, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ഒരു വിഷു ഫുഡ് സദ്യ കഴിക്കാൻ പോവണേ. നമ്മൾ ചങ്കിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. വിഷു അല്ലേ, അപ്പോൾ ഞങ്ങളൊരു സദ്യ കഴിച്ചിട്ട് വരാം. പായസം, മെയിനായിട്ട് പായസമാണ്. സദ്യ വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് മെയിൻ പായസം. ഓക്കെ. അപ്പോൾ മുത്തുമണിയാണ് നമ്മളെ ചങ്കിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു കയറ്റാട്ടത്. മെയിൻ റോഡിൽ നിർത്തി റോഡിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് കയറണം. ശകലം ഇച്ചിരി കയറ്റം കയറി കഴിഞ്ഞാൽ വീട്ടിലെത്തും. എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകുടുംബങ്ങളെല്ലാവരും ഉണ്ട്. ഉണ്ണിൻ്റെ എല്ലാവരും ഉണ്ട് വീട്ടിൽ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? നമ്മളെ ചാനൽ ജനി ഞങ്ങൾ വന്നപ്പോഴല്ലോ കറങ്ങിയ ഉറങ്ങിയേ സദ്യ കഴിച്ച അടിപൊളിക്കുന്ന അല്ലേ? വിഷുവായിട്ട് നിനക്ക് പറയുള്ളത് പടക്കം പൊടിച്ചോ? അടിച്ചു പൊളിച്ചില്ലേ? നീ പടത്തിനുണ്ട്? പേരറിയില്ല, പേര് ചൊല്ലിട്ടോ. മരണമാസ് അല്ലേ? യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ടാണ് മരണമാസ് സിനിമയ്ക്ക് പോവാന്നൊക്കെ പറയാം. മരണമാസം സിനിമയ്ക്ക് പോവാണ് വന്നിട്ട് ഞങ്ങൾ എന്തൊക്കെ ഉണ്ട് കഥ പറയാം. അപ്പോൾ മക്കളെ, ഇതാ നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പെണ്ണും ബേബി ഞങ്ങൾ 4 മണിക്ക് ഏകദേശം എത്തിയിട്ടുള്ള അവിടെ. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ വെയിറ്റ് ചെയ്യായിരുന്നു. അവരൊക്കെ ഒന്ന് ഉറങ്ങി. ഞങ്ങൾ ചെന്നപ്പോൾ എഴുന്നേറ്റാണ്. അപ്പോൾ സദ്യയൊക്കെ വിളമ്പി, ചെറുതോതിലാണെങ്കിലും കൂടി വളരെ അടിപൊളിയായിട്ട് സദ്യയായിരുന്നു. നല്ല സദ്യ അടിപൊളി. ഇനി പായസം ഉണ്ട്, പായസം കുടിക്കണം. നമ്മളെ അച്ഛനൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ണീൻ്റെ അച്ഛനുണ്ട്, ഉണ്ണീൻ്റെ സഹോദരനാണിത്. ഇത് ഉണ്ണിയാണ് നിൽക്കുന്നത് പെണ്ണിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനല്ല കേട്ടോ. എല്ലാവരും പെണ്ണും ബേബി ഇരിക്കും, പെണ്ണിരിക്കും. പെണ്ണ് കുറച്ച് കഴിഞ്ഞ് ഇരിക്കാം, കൊച്ചിനെ എന്തെങ്കിലും. സദ്യ പായസം അത് നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അരിപ്പായസം. ഈ പാലട മറ്റുള്ള റോഡ് സൈഡത്തെ പായസങ്ങൾ ഞാൻ വല്ല കഴിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ചില പായസങ്ങളുണ്ട്, നമ്മൾ അടിച്ച് പൊളിച്ച് കഴിക്കും. അതിനകത്ത് കണക്കൊന്നും ഉണ്ടാവില്ല. ഇനി ബേബി ഇപ്പോൾ ഇരിക്കും കേട്ടോ. പെണ്ണ് കുട്ടിക്കൊന്ന് സെറ്റാക്കിയിട്ട് പെണ്ണ് ഇരിക്കുള്ളൂ. അപ്പോൾ അതിനെങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മുത്തുമണിയുള്ള ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായി റാഹത്തായിട്ട് നെയ്യപ്പം ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അതും പായസമൊക്കെ ഒരു കോമ്പിനേഷൻ വേറെ. പായസവും പപ്പടവും. നെയ്യപ്പത്തേക്ക് ചിക്കൻ ഉണ്ടായിരുന്നു, അവിയൽ, കൂട്ടുകറികൾ, സാമ്പാർ. മാഷാല്ലാ വളരെ റാഹത്തായി. പെണ്ണൊക്കെ ഉണ്ടെങ്കിൽ എന്താ മോന്തൽ. മാഷാല്ലാ. ഞങ്ങളൊരു പ്ലേറ്റ് ചക്കോടെ കൊടുത്തിട്ടേ തീർന്നു അറിഞ്ഞില്ല. ഞങ്ങൾ പെണ്ണിൻ്റെ മുമ്പിലാണ്. പിന്നെ തീരാതിരിക്കുമോ? പിന്നെ ചെക്കൂട്ട ഒട്ടും മോശമല്ല. ഞാനാകെ 2 ഓളം തൊട്ടുള്ളൂ. അപ്പോഴേ സാധനം കഴിഞ്ഞു. ബേബിയാണെങ്കിൽ പെരുന്തീറ്റ. അമ്പിളിയാ നോക്കാ അധികമൊന്നുമില്ല, ചെറിയ സൗണ്ടുള്ളൂ. അപ്പോളേ ചോറും പായസവും കഴിച്ച് ഓരോ ചുള ചാക്കിയും കഴിച്ച് മാഷാല്ലാ വളരെ റായത്തായി. നമ്മളെ ചങ്കിൻ്റെ വീട്ടിലാണ്. ഇതിപ്പോൾ തീറ്റ കൊടുക്കാനല്ലേ? കോഴി ഇങ്ങനെ കൊടുത്താൽ മുട്ട തരും. നമ്മളെ ചങ്കിൻ്റെ ജ്യേഷ്ഠനാണ്. നമ്മളെ വീട്ടിൽ വിഷുവിന് വന്നാടോ. അപ്പോൾ മക്കളെ, നമുക്കിതാ ചക്ക തന്നു, ചക്ക കഴിച്ചു. നമ്മൾ യാത്ര അറിയട്ടോ, പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കണ്ടു മാങ്ങ കൊണ്ടുപോയിക്കോളി, അച്ചാറിടാന്ന് പറഞ്ഞു. അത് അമ്മേൻ്റെ വക കേട്ടോ. അമ്മ അച്ഛനെന്നൊക്കെ പറഞ്ഞാൽ ചങ്ക് പറിച്ചു തരും. അമ്മായി ആളുകളാണ്, സ്നേഹം കൊണ്ട്. ഇവർ 3 ആമക്കളാണ്, പെൺകുട്ടികളൊന്നുമില്ല. 3 കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും വേറെ വേറെ താമസിക്കുന്നത്. 3 ആമക്കളും. ഇത് തറവാട് വീടാണ്. അപ്പോൾ അവിടെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അമ്മ പറഞ്ഞു മാങ്ങ കുറച്ച് കൊണ്ടേക്ക് വന്നാൽ ഉണ്ണിൻ്റെ സഹോദരനൊക്കെ പറഞ്ഞു മാങ്ങ കൊണ്ടേക്കോളൂ അച്ചാറിടാൻ. നല്ല അടിപൊളി മാങ്ങ. നമ്മളെ വണ്ടി നിർത്തിയ സ്പോട്ടിൽ മാങ്ങ മൂച്ചയായതുകൊണ്ട് നേരെ വണ്ടിക്ക് ചാടിച്ചിട്ടോ. തോട്ടിയിട്ട് വലിക്കുന്ന മൊത്തം വണ്ടിക്ക് ചാടിയത്. ഇപ്പോൾ ഫ്ലാറ്റ് മൊത്തം മാങ്ങയാണ്.
അപ്പോൾ അത്യാവശ്യം മാങ്ങയും കിട്ടി, നമുക്ക് സദ്യയും കഴിച്ചു, ചക്കയും കഴിച്ചു, എല്ലാം കഴിച്ചു. വളരെ റാഹത്തായിട്ട് നമ്മൾ ചങ്കുകളെ വീട്ടിൽ നിന്ന് മടങ്ങും. ഓക്കെ, അപ്പോൾ വിഷു അടിച്ചു പൊളിച്ചു, ഫുഡ് കഴിച്ചു, ഉഷാറായി, റാഹത്തായി. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ഞങ്ങൾ പോയിതാ.